ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ജൂലൈ 13 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റിന്റെ പേര്? ഉത്തരം സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ്. ഏകദേശം 400 അടി ഉയരമുള്ള റോക്കറ്റ് ടെക്സസിലെ ബൊക്കാചികയിലുള്ള വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് പറന്നുയർന്നത്. ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്കും ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും അതിനപ്പുറത്തേക്കും മനുഷ്യരെയും മറ്റും കൊണ്ടുപോകുന്നതിനായി സ്പേസ് എക്സ് രൂപകൽപ്പന ചെയ്ത ബഹിരാകാശ വാഹനമാണ് സ്റ്റാർഷിപ്പ്. പൂർണ്ണമായും പുനരുപയോഗിക്കാൻ കഴിയുന്ന ബഹിരാകാശ വാഹനം കൂടിയാണിത്. 50ാമത് G7 ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഉത്തരം ഇറ്റലിയിലെ അപൂലിയയിൽ. G7 രാജ്യങ്ങൾക്കു പുറമെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും ക്ഷണം ലഭിച്ചിരുന്നു. കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പ ആദ്യമായി പങ്കെടുത്ത G7 ഉച്ചകോടിയായിരുന്നു ഇത്. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് എത്രാം തവണയാണ് അടുത്തിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്? ഉത്തരം 3ാം തവണ. മനുഷ്യരെയും വഹിച്ചുള്ള ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിന്റെ ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായാണ് നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിതയും ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലെത്തിയത്. 26 മണിക്കൂർ കൊണ്ടാണ് ഭൂമിയിൽ നിന്ന് 420 കിലോമീറ്റർ ഉയരത്തിലുള്ള നിലയത്തിൽ ഇരുവരും എത്തിച്ചേർന്നത്. കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി? ഉത്തരം ഡോക്ടർ N. കൃഷ്ണകുമാർ. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി? ഉത്തരം ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ജനറൽ മനോജ് പാണ്ഡെയുടെ പിൻഗാമിയായാണ് നിയമനം. വിസ്തൃതനായ ഏത് മലയാളി കാർട്ടൂണിസ്റ്റിന്റെ ജനശതാബ്ദി ദിനമായിരുന്നു 2024 ജൂൺ 11? ഉത്തരം അബു എബ്രഹാം. 1924 ജൂൺ 11 ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ് ജനനം. ദ ഒബ്സർവർ, ദ ഗാർഡിയൻ തുടങ്ങിയ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളിൽ കാർട്ടൂണുകൾ വരച്ച് അന്താരാഷ്ട്ര പ്രശസ്തി നേടി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏക മലയാളി കാർട്ടൂണിസ്റ്റാണ്. ബാട്ടബിൽ കിടന്നുകൊണ്ട് അടിയന്തരാവസ്ഥാ പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കുന്ന രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ ചിത്രീകരിച്ച അബുവിന്റെ കാർട്ടൂൺ പ്രസിദ്ധമാണ്. അബുവിന്റെ പ്രസിദ്ധമായ പോക്കറ്റ് കാർട്ടൂൺ പംക്തിയായിരുന്നു പ്രൈവറ്റ് വ്യൂ. അബു ഓൺ ബംഗ്ലാദേശ്, അറൈവൽസ് ആൻഡ് ഡിപ്പാച്ചേഴ്സ്, ദ ഗെയിംസ് ഓഫ് എമർജൻസി തുടങ്ങിയവ കൃതികളാണ്. 2002 ഡിസംബർ 1 അന്തരിച്ചു. കേരളത്തിൽ നിന്ന് പുതുതായി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ? ഉത്തരം ജോസ് കെ മാണി, PP സുനീർ, ഹാരിസ് ബിരാൻ. ഏത് രാജ്യത്താണ് ജൂൺ 15-16 തീയതികളിൽ യുക്രൈൻ സമാധാന ഉച്ചകോടി നടന്നത്? ഉത്തരം സ്വിറ്റ്സർലൻഡ്. യുക്രൈനിൽ 28 മാസമായി തുടരുന്ന റഷ്യൻ അധിനിവേശം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടു നടന്ന ഉച്ചകോടിയിൽ ഇന്ത്യ ഉൾപ്പെടെ 80ലേറെ രാജ്യങ്ങൾ പങ്കെടുത്തു. റഷ്യ പങ്കെടുത്തില്ല. തെലുഗു മാധ്യമലോകത്തെ അതികായകൻ കൂടിയായ ഈ നാട് മാധ്യമ ഗ്രൂപ്പ് സ്ഥാപകൻ അടുത്തിടെ അന്തരിച്ചു. പേര്? ഉത്തരം രാമോജി റാവു. ചിത്രീകരണമടക്കം സിനിമാ നിർമ്മാണത്തിനുള്ള സമഗ്ര സൗകര്യങ്ങളുമുള്ള 2000ഓളം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയുടെ സ്ഥാപകനാണ്. 2024 ജൂൺ 8 അന്തരിച്ച AJT ജോൺസിംഗ് ഏതു നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം വന്യജീവി ശാസ്ത്രജ്ഞൻ. കേന്ദ്ര സർക്കാരിനു വേണ്ടി പ്രൊജക്ട് എലിഫന്റ് പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഫീൽഡ് ഡേയ്സ്, വാക്കിംഗ് ദ വെസ്റ്റേൺ ഗാട്സ് തുടങ്ങിയവ കൃതികളാണ്. യൂറോപ്യൻ യൂണിയന്റെ കുടിയേറ്റ നിയമങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ യൂറോപ്യൻ നീതിന്യായ കോടതി ഏത് അംഗരാജ്യത്തിനാണ് 20 കോടി യൂറോ പിഴ വിധിച്ചത്? ഉത്തരം ഹംഗറി.
ഒറ്റത്തവണ പണമായി നൽകേണ്ട ഈ തുകയ്ക്കു പുറമെ ഓരോ ദിവസവും 10 ലക്ഷം യൂറോയും പിഴ നൽകണം. എന്നാൽ വിധി അംഗീകരിക്കില്ലെന്ന് ഹംഗറി പ്രധാനമന്ത്രി വിക്ടോർ ഓർബൺ അറിയിച്ചു. ലോകത്തിലെ ആദ്യത്തെ 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം? ഉത്തരം ജപ്പാൻ. ജാപ്പനീസ് ടെലികോം കമ്പനികളായ ഡോകോമോ, NTT കോർപ്പറേഷൻ, NEC കോർപ്പറേഷൻ, ഫുജിത്സു തുടങ്ങിയവ ചേർന്നാണ് 6G ഉപകരണത്തിന്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതമായ എല്ലാ ഹിമാനികളും നഷ്ടപ്പെട്ട ആദ്യ രാജ്യമായത്? ഉത്തരം വെനസ്വല. 1910-ൽ 1000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള 6 ഹിമാനികൾ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു. 2011 ആയപ്പോഴേക്കും 5 ഹിമാനികൾ അപ്രത്യക്ഷമായി. അവശേഷിച്ച ഏക ഹിമാനിയായ ഹംബോൾട്ട് മുരുകാൻ തുടങ്ങിയതോടെയാണിത്. 18ാമത് ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ BJP നയിക്കുന്ന NDA സഖ്യം എത്ര സീറ്റുകൾ നേടി? ഉത്തരം 293. പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിക്ക് 234 സീറ്റുകൾ ലഭിച്ചു. 240 സീറ്റുകൾ നേടിയ BJP ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. 543 മണ്ഡലങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. പുതിയ മുഖ്യമന്ത്രിമാർ: ആന്ധ്രാപ്രദേശ് ചന്ദ്രബാബു നായിഡു, ഒഡീഷ മോഹൻ ചരൺ മാജി, അരുണാചൽ പ്രദേശ് പേമ ഖണ്ഡു, സിക്കിം പ്രേം സിംഗ് തമാങ്. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.